ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വാർത്താ സമ്മേളനം നടത്തുന്നതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയിരിക്കുന്നു. നേതാക്കൾ ഇടപെട്ടു എന്നതാണ് വിവരം. അതായത് അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല, റദ്ദാക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണത്തെക്കുറിച്ച് അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം എല്ലാ മാധ്യമങ്ങളും തന്നെ ഏകദേശം 1 മണിക്കൂറോളമായി രാഹുലിന്റെ അടൂരിലെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇവിടെ രാഹുലിന് ഇരുന്ന് സംസാരിക്കാൻ ചെയറും ടേബിളും ഉൾപ്പെടെ ക്രമീകരിച്ചിരുന്നു. അതിനിടയിലാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം റദ്ദാക്കിയത് സംബന്ധിച്ച് അവർ മറുപടിയൊന്നും നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാവുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഇത്രയും കടുപ്പത്തിലുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളൊക്കെ പുറത്തുവിട്ട ഒരു ഓഡിയോ കൂടിയുണ്ട്. അതുകൂടിയാകുമ്പോൾ ഇനി മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്ത് പറയുമെന്നൊക്കെ ഒരു സംശയം കൂടി ഉണ്ടായിട്ടുണ്ടാകുമോ? കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ അതിരൂക്ഷമായ രാഹുലിന് ഒരു തരത്തിലും തള്ളിക്കളയാൻ സാധിക്കാത്ത തരത്തിൽ ചില ഓഡിയോ സന്ദേശങ്ങളും ഒപ്പം തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ രാഹുലിന് കേൾക്കേണ്ടി വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തൽക്കാലം ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നിലവിൽ ലഭ്യമല്ല. രാഹുലിൻ്റെ അടുത്ത വൃത്തങ്ങൾ പോലും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് റദ്ദാക്കിയെന്ന കാര്യത്തിൽ വിശദീകരണം നൽകുന്നില്ല.